കാസർകോട്ട് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവി കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ റിയാസ് മൗലവിയുടെ ഭാര്യയെക്കൊണ്ട് അപ്പീൽ കൊടുപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. പല്ലാരിമംഗലത്ത് UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റിയാസ് മൗലവിയുടെ കൊലപാതക കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മുസ്ലിം ലീഗിന് പൂർണ്ണ വിശ്വാസമില്ല. ഈ സാഹചര്യത്തിലാണ് മൗലവിയുടെ ഭാര്യയെക്കൊണ്ട് അപ്പീൽ കൊടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിനായി പല്ലാരിമംഗലത്ത് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതായത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആ മേഖലയിലെടുത്ത ഒരു കേസിലും ഇവരെ സംബന്ധിച്ച് 3-4 കേസുകളെടുത്തൊന്നും അവരുടെ ഈ സ്വഭാവം പറഞ്ഞില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ കേസ് വിട്ടുകളയാൻ കോടതി തീരുമാനിക്കും. കോടതിയിലെ വിധിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. കോടതി വിധിയിൽ കണ്ടെത്തിയ പല കാര്യങ്ങളും നമുക്ക് ആക്ഷേപമുണ്ട്. ഗവൺമെന്റ് അപ്പീൽ കൊടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇനിഷ്യേറ്റ് ചെയ്ത് അപ്പീൽ കൊടുക്കും വിക്ടിമിനെ വെച്ചുകൊണ്ട്. ഗവൺമെന്റ് ഈ ആഴ്ച അപ്പീൽ കൊടുക്കുമെന്ന് പറയുന്നു. എങ്കിൽ പോലും ഈ മരണപ്പെട്ടു പോയ റിയാസ് മൗലവിയുടെ ഭാര്യയെ കൊണ്ടൊരു അപ്പീലോട് കൊടുപ്പിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം ഇവരെ വിശ്വസിച്ച് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അഡ്വക്കേറ്റ് KM ഹസൈനാർ, KM ഇബ്രാഹിം, PK മൊയ്തു, ഷിബു തെക്കുംപുറം, ഷമീർ പനക്കൽ, റാണിക്കുട്ടി ജോർജ്, PM യൂസഫ്, MM അലിയാർ, KJ ബോബൻ, KA മുഹമ്മദ്, KE കാസിം, KM അബ്ബാസ്, KM നിസാർ, KM ഷംസുദ്ദീൻ, PM സിദ്ദീഖ്, MM അൻസാർ, TM അമീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. KM ഇബ്രാഹിം ചെയർമാനായും MM അലിയാർ ജനറൽ കൺവീനറായും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.